പ്രത്യേകത. ഈ പരിശീലന കളരിയുടെ അന്തിമ ഫലം എന്ന് പറയുന്നത് നാം രാവിലെ അതിപ്രഗത്ഭന്മാർ ഈ വേദിയിൽ ഇരുന്ന് ചർച്ച ചെയ്ത വിഷയത്തെ അടിസ്ഥാനമാക്കി 3 പ്രധാന മാധ്യമങ്ങളിൽ പ്രവർത്തിക്കാനും പങ്കാളികളാകാനും താല്പര്യമുള്ള 3 ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ടുള്ള എക്സർസൈസാണ്. പ്രതിനിധികളെ അച്ചടി, ദൃശ്യം, ശ്രാവ്യം എന്നീ 3 വിഭാഗങ്ങളിലായി തിരിച്ച് കാർഷിക വിഷയത്തിൽ രചന, ദൃശ്യാവിഷ്കാരം, ആഖ്യാനാലാപനം എന്നിങ്ങനെ ചുമതലപ്പെടുത്തുകയും രൂപം കൊണ്ട മാസ്റ്റർ പീസുകളെ അവതരിപ്പിക്കുകയുമുണ്ടായി. ദൃശ്യ വിഭാഗത്തിലെ വിഷയത്തിന് പാത്രീഭവിച്ച ഒരു ശില്പശാലാ പ്രതിനിധിയും കണ്ണൂർ നിവാസിനിയുമായ ശ്രീമതി സൗമിനിയെ നല്ല കർഷകയായി ആദരിക്കുകയുണ്ടായി. വൈകുന്നേരം കലാസന്ധ്യയെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ കൊണ്ട് പ്രതിനിധികൾ ആഘോഷമാക്കി. അച്ചടി മാധ്യമം കാർഷിക ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും. അവതരണത്തിന് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഉപദേശക സമിതി അംഗം KP ജനാർദ്ദനൻ നായർ മോഡറേറ്റർ സ്ഥാനം മഹനീയമാക്കി. അവതാരകരായി സെൽവൻ മേലൂർ, മലയാള മനോരമ ഫോട്ടോഗ്രാഫർ അരവിന്ദ് ബാല, ഡോക്ടർ PV മോഹനൻ. ക്യാമറ, വൈവിധ്യം, ഉപയോഗം, ഫോട്ടോഗ്രാഫി എന്നീ വിഷയത്തിൽ വിശദമായ ക്ലാസ് നടത്തുകയും പ്രതിനിധികൾക്ക് സംശയ നിവാരണം ചെയ്തു കൊടുക്കുകയും ചെയ്തു. PPM സെൽ ഡയറക്ടർ ഡോക്ടർ K പ്രതാപന്റെ മാധ്യസ്ഥതയിൽ കാർഷിക മേഖലയിലെ ആന്തോളനങ്ങൾ, കൃഷി, ഫിഷറീസ്, മൃഗസംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെട്ട വിദഗ്ധർ വിജ്ഞാനപ്രഭാമയമാക്കി. ഡോക്ടർ K പ്രതാപൻ. ഓട്ടങ്ങളും നേട്ടങ്ങളും അത് തന്നെയാണ് ആന്തോളനം എന്ന് പറഞ്ഞാൽ, ഒരു പെൻഡുലം എങ്ങനെയാണ് 2 വശത്ത് ഒരുപോലെ ചാഞ്ചാടി കളിക്കുന്നുവോ അതുപോലെ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും അണിനിരത്തി പറയുവാൻ അഗാധമായ പാണ്ഡിത്യമുള്ള, അനുഭവജ്ഞാനമുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. കൃഷി വകുപ്പ് ഡയറക്ടർ R. അജിത് കുമാർ. വളരെ കുറച്ച് മാത്രം ഗ്രോ ബാഗുകൾ കൊടുത്തിരുന്ന നമ്മളിന്ന് പറയുന്ന 5 ലക്ഷം ഗ്രോ ബാഗുകളാണ് ഈ വർഷം കൊടുക്കുന്നത്. പക്ഷേ ഡിമാൻഡ് നോക്കുമ്പോൾ 10 ലക്ഷത്തിൽ കൂടുതൽ ഗ്രോ ബാഗുകൾ വേണമെന്ന് ആവശ്യക്കാർ പറയുകയാണ്. അപ്പോൾ അത്തരത്തിലൊരു വലിയ മാറ്റം പച്ചക്കറി കൃഷിയിൽ ഉണ്ടാക്കി. അത് പിന്നെ സംഘടനകൾ ഏറ്റെടുത്തു, NGOs ഏറ്റെടുത്തു. അങ്ങനെ ഈ പച്ചക്കറി കൃഷിയിൽ ഇന്ന് കടയിൽ പോയി പച്ചക്കറി വാങ്ങിക്കുക എന്ന് പറയുന്നത് മോശം എന്നുള്ള ഒരു പ്രവണതയിലേക്ക് കാലം മാറിയിട്ടുണ്ട്. ആ ഒരു വലിയ മാറ്റത്തിന് പറ്റുന്ന കുറേ പ്രോഗ്രാംസും നമുക്ക് ചെയ്യാൻ സാധിച്ചു. മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ S. ചന്ദ്രൻകുട്ടി. എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ ഉത്പാദനക്ഷമത കൂടുന്നുണ്ട്. അതായത് 96 നമുക്ക് 21.19 ലക്ഷം മെട്രിക് ടൺ ആയിരുന്നു നമ്മുടെ ഉത്പാദനമെങ്കിൽ 2013-14 ആയപ്പോൾ അതായത് 27.9 ലക്ഷം മെട്രിക് ടൺ ഉയർന്നിട്ടുണ്ട്. മണ്ണു പര്യവേക്ഷണ സംരക്ഷണ വകുപ്പ് ഡയറക്ടർ ലീന NS കുമാർ. ഡിപ്പാർട്ട്മെന്റ് തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സോയിൽ മ്യൂസിയം ഉണ്ടാക്കിയിട്ടുണ്ട്. സോയിൽ മ്യൂസിയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. എല്ലാം പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച് കിട്ടുന്ന അറിവിനേക്കാൾ നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ മണ്ണിനും അതിൻ്റെ ഗുണം, അതിൻ്റെ എന്തൊക്കെ പരിമിതികളാണ് അതിനുള്ളത് എന്നെല്ലാം നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. ഗവൺമെന്റ് തുടർച്ചയായിട്ട് മത്സ്യസമൃദ്ധി എന്നുള്ള പദ്ധതി നടപ്പിലാക്കി. ആ മത്സ്യസമൃദ്ധി പദ്ധതിയിലൂടെ അതിന്റെ 1ാം ഘട്ടം കഴിയുമ്പോഴത്തേക്ക് തന്നെ, അതായത് ആദ്യം ജനകീയ മത്സ്യകൃഷി നടപ്പിലാക്കി, പിന്നെ മത്സ്യകേരളം നടപ്പിലാക്കി. മത്സ്യകേരളം നടപ്പിലാക്കുന്നതോടുകൂടി 75,000 നിന്ന് 1,25,000-ന് 20,000 ടണ്ണിനടുത്ത് വന്നു. മത്സ്യസമൃദ്ധി പദ്ധതിയുടെ 1ാം ഘട്ടം ഈ വർഷം അവസാനിക്കുമ്പോഴത്തേക്ക് ഈ ഉത്പാദനം 1.5 ലക്ഷം ടണ്ണിലേക്ക് ഉയർന്നു വന്നു.
കൃഷിയും സോഷ്യൽ മീഡിയയും എന്ന വിഷയത്തിൽ ശ്രീ PM ജോഷി ക്ലാസ് എടുത്തു. കണ്ണൂർ കേരള ഫോക്ലോർ അക്കാദമിയുടെ നാടൻ കലാമേള ശില്പശാലയുടെ 2ാം ദിന സായാഹ്നത്തെ ഭാവരാഗ താളലയ വിരുന്നുകൊണ്ട് കൂടുതൽ ആനന്ദകരമാക്കി. 3ാം ശില്പശാല ദിനത്തിൽ ശ്രവ്യമാധ്യമം, മാധ്യമരസതന്ത്രം കാർഷിക മേഖലയിൽ മുഖ്യ പ്രഭാഷകൻ രാധാകൃഷ്ണൻ നരിപ്പറ്റ. അറിവുകൾ കർഷകന് അപ്പോൾ തന്നെ പകർന്നു കൊടുക്കുക, അപ്പോൾ അതിൻ്റെ സമയം ദൈർഘ്യം വളരെ കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു അന്ന് കാർഷിക രംഗം പങ്ക്തി തുടങ്ങിയത്. ആകാശവാണി കണ്ണൂർ നിലയം കെ ബാലചന്ദ്രൻ, ശ്രീ ഹരീഷ് കടേപ്രം. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സജീവമായ ചർച്ചകൾ കൊണ്ടും പ്രതിനിധികളുടെ ബാഹുല്യം കൊണ്ടും കനൽ 2015 അതിൻ്റേതായ ഒരു മേന്മയ്ക്ക് അവകാശിയാണ്. അവസാന ഇനമായ ശില്പശാല അവലോകനം സമാപനം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഉപദേശക സമിതി അംഗം KP രമേഷ് ബാബുവിന്റെ മധ്യസ്ഥതയിൽ ഉജ്ജ്വലമായി. ഇവിടെ കർമ്മനിരതരും ആത്മാർത്ഥതയും അർപ്പണബോധവുമുള്ള ഉദ്യോഗസ്ഥന്മാർ ഒരു ഭാഗത്തും ബാലചന്ദ്രേട്ടനെ പോലുള്ള കർഷകന്മാർ മറുഭാഗത്തും, അതേപോലെ തന്നെ എഴുതാൻ സന്നദ്ധമായിരിക്കുന്ന നിങ്ങളും കൂടെയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ നാട് നമുക്ക് നല്ല മണ്ണിൻ്റെ, നല്ല വളത്തിൻ്റെ, നല്ല വിത്തിൻ്റെ, നല്ല വിളയുടെ, നല്ല സംസ്കാരത്തിൻ്റെ നാളാക്കും. അവിടെയാണ് സംസ്കാരം, കൾച്ചർ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. പൂർണ്ണതയിലെത്താൻ വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി പറയുന്നു, വഴിവെട്ടാൻ നിയോഗരായിരിക്കുന്ന നിങ്ങളെ അടുത്ത കനലിലേക്ക്, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള അടുത്ത നല്ല കനലിലേക്ക് മാത്രം നയിച്ചുകൊണ്ട് നിങ്ങളെ ആരെയും ഈ ഒരു ക്യാമ്പിൽ വന്നതിൻ്റെ പേരിൽ ഫാം ഇൻഫർമേഷൻ ബ്യൂറോവിൻ്റെ പേരിൽ നന്ദി പറയുന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളെ ആരെയും നന്ദി പറയുന്നില്ല. കാരണം ഇഷ്ടപരി ആരെയും നന്ദി പറഞ്ഞ് വേർപെടുത്താൻ സാധിക്കില്ല, വേർപെടുത്തുന്നില്ല, നിർത്തുന്നു. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ അസിസ്റ്റന്റ് ഡയറക്ടർ B. നീന കൃതജ്ഞത രേഖപ്പെടുത്തി. തിരശ്ശീല വീഴുമ്പോഴേക്കും കനൽ 2015 നിന്നും നാളേക്കുള്ള തീപ്പൊരികൾ തെളിയിച്ച് മാധ്യമങ്ങളും നാളത്തെ നല്ല കാർഷിക പുലരൊളിയെ കാത്ത് പ്രതിനിധികളും സംതൃപ്തിയോടെ പുറപ്പെടുകയായിരുന്നു.